ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബിജോയ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫേസ് കാണിക്കാതെ നമുക്ക് യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ചെയ്യാൻ പറ്റുന്ന 5 കാറ്റഗറീസ് ആണ്. അതായത് നിങ്ങൾക്ക് ഫേസ്ലെസ് ചാനലായിട്ട് തുടങ്ങാം. അതായത് ഞാനിപ്പോൾ ഫേസ് കാണിക്കുവാണ്, നിങ്ങൾക്ക് ഫേസ് കാണിക്കാൻ മടിയുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്, എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോക്കുന്നത് വരുമാനം കൂടിയ അതും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 5 എഫക്റ്റീവായിട്ടുള്ള കാറ്റഗറീസാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ആദ്യം വരുന്നത് ഹെൽത്ത് ഉണ്ട്, രണ്ടാമത് മോട്ടിവേഷൻ ഉണ്ട്, മൂന്നാമത് ഫിനാൻസ്, നാലാമത് എൻ്റർടൈൻമെൻറ്റ്, അഞ്ചാമത് ഗെയിമിങ്. അപ്പോൾ നമ്മൾ ഈ ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു ഹൗസ് വൈഫാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഗെയിം കളിക്കാം. അതായത് നിങ്ങളിപ്പോൾ മൊബൈലിൽ എന്തായാലും ക്യാൻഡി ക്രഷെങ്കിലും ചിലവർ കളിക്കത്തില്ലേ, അപ്പം അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് 5 യൂട്യൂബ് ചാനലും അതിൻ്റെ കാര്യങ്ങളുമാണ് നോക്കുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് നോക്കുന്നത് ഹെൽത്താണ്. ഓക്കെ, ആദ്യം ഞാനൊരു കാര്യം പറയാം, എന്തുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണമെന്ന്. ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചു എനിക്കറിയാമെന്നുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവർക്കും കൂടെ ഒരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. അതായത് ഇപ്പം എനിക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെയും കൂടെ കരുതുക എന്നുള്ള രീതിയിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കോളേജിൽ എൻജിനീയറിങ്ങിനാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മളടുത്ത് ഒരു കോളേജ് ഉണ്ടായിരുന്നു, ആ കോളേജിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ കോളേജിൽ ഫീസ് കൊടുക്കാത്തതിന് വേണ്ടി ഞാൻ മാനേജ്മെൻറ്റ് കോളേജിലാണ് പഠിച്ചത്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ട്രിപ്പിൾ ഇ. അപ്പം അതിൻ്റെ അകത്ത് അവരുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഫീസ് അടയ്ക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ വീട്ടിലെ സാഹചര്യങ്ങൾ കുറച്ച് മോശമാണ്, ഇപ്പോഴും മോശം തന്നെ. പപ്പയ്ക്കൊന്നും ക്യാഷൊന്നും അടയ്ക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. പിന്നെ അങ്ങനെ കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കി. പിന്നെ അവിടുത്തെ ഒരു സാറുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആ സാറ് കാണുമെന്ന് വിശ്വസിക്കുന്നു, എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ആ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞ്, അതായത് എനിക്കൊന്നും പറ്റിയ പണിയല്ല ഇത്, മനസ്സിലായില്ലേ, എൻ്റെ അടുത്ത് വേറെ വല്ലതും നോക്കാൻ പറഞ്ഞു. അതായത് മറ്റേ പെയിൻ്റ് അടിക്കാനോ അങ്ങനെ വല്ലതും. അങ്ങനെ ഞാൻ പഠിച്ചില്ല, 2.5 വർഷം പോയി. 2-3 സപ്ലൈയൊക്കെ ഉണ്ട്, അത് സ്വാഭാവികമാണ്. എൻ്റെ കൂടെയുള്ള പഠിച്ചവന്മാരൊക്കെ ഇപ്പം പുറത്തിറങ്ങിയിട്ടുണ്ട്, പല കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കൊരിടം എത്താൻ പറ്റിയില്ല. ഞാൻ നേരെ ഇറങ്ങിയിട്ട് എനിക്ക് പിന്നെ പഠിക്കാനുള്ള സാഹചര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനുമായിട്ട് പരിചയപ്പെട്ടിട്ട് ടൈൽസിൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് പോയി. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. പിന്നെ ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യണം, ബാക്കിയുള്ളവരുടെ കൂടെ നമുക്ക് അവരെയും കൂടെ ഏൺ ചെയ്യണം. ഇതേപോലെ കുറേ പേർക്ക് ഇതുപോലത്തെ സാഹചര്യമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങളെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ആൾക്കാരുടെ ഇപ്പം ഞാൻ ഇട്ടപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറേ പേര് കാണുന്നുണ്ട്, എനിക്ക് വളരെ സന്തോഷമുണ്ട്. 100-ന് മേലിട്ട് വ്യൂസ് പോകുമെന്ന് ഞാൻ വിചാരിച്ചു പോലുമില്ല. എന്നാലും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ ആദ്യം നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഓരോ വീഡിയോയിൽ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുക, ബിജോയ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ് ഇട്ടിട്ടുള്ളത്, എൻ്റെ ഫോട്ടോസൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. വലിയ ഫോളോവേഴ്സൊന്നുമില്ല, ഒരു 94 ഫോളോവേഴ്സോ എന്തോ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാം. അതിൻ്റെ അത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാൻ, വല്ല ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാൻ വെച്ച് താമസിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഹെൽത്ത് നിഷാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നിഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ കാറ്റഗറീസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹെൽത്താണ്. ഹെൽത്തിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ കാണിച്ചു തരികയാണ്, ബെസ്റ്റി എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് ടോപ്പ് 10 ഫുഡ്സ് ഫോർ മെൻ. അപ്പോൾ ഇവരുടെ പോപ്പുലർ വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തരാം. അതായത് പോപ്പുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഏറ്റവും കൂടുതൽ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ അത് നോക്കി കഴിഞ്ഞാൽ 14 മില്യൺ വ്യൂസ്, 4 വർഷമായി. ദീസ് ടോപ്പ് 5 എക്സസൈസ് ക്യാൻ ട്രാൻസ്ഫോം യുവർ ബോഡി ഇൻ ജസ്റ്റ് 4 വീക്സ്. 4 ആഴ്ച കൊണ്ട് നമ്മുടെ ബോഡീനെ ട്രാൻസ്ഫോം ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പം ആൾക്കാർക്ക് അത് വേണ്ട കണ്ടൻസുകൾ അവർ ചെയ്തു, ആൾക്കാർ കാണുന്നു. ഓക്കെ, അതേപോലെ നമുക്കിത് മലയാളത്തിലാക്കാം, മനസ്സിലായില്ലേ. നമ്മളിപ്പം കേരളത്തിൽ നിന്നുള്ള ആളാണ്, മലയാളികളാണ് കൂടുതൽ കാണുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവർ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഇല്ലുസ്ട്രേഷനും കാര്യങ്ങളൊക്കെയാണ്. ഇത് ചെയ്യുന്ന വീഡിയോ വേണമെന്നുള്ളവർ പറയാൻ ഞാനത് മാക്സിമം അപ്ലോഡ് ചെയ്യാൻ നോക്കാം.
ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സ്റ്റോക്കായിട്ട് വേണ്ട വരും. സ്റ്റോക്ക് വീഡിയോസ് വേണമല്ലോ. നമുക്ക് നമ്മുടെ കയ്യിൽ വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഹെൽത്തായിട്ട് ചെയ്യുകയാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മുടി കൊഴിയാനുള്ള 5 കാരണങ്ങൾ, അല്ലെങ്കിൽ മുടി കൊഴിയാതിരിക്കാനുള്ള 5 ഫുഡ് ഐറ്റംസ്, മലയാളത്തിലാണ്. നിങ്ങളിത് കാണുക എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോ ഇടുകയാണ് ഒരു ഹെൽത്ത് ചാനൽ. ആദ്യമേ ചാനൽ തുടങ്ങുമ്പോൾ വലുതായിട്ട് ആരും ഒന്നും പ്രതീക്ഷിക്കരുത്. ആദ്യത്തെ എത്ര നല്ല വീഡിയോ ആണെങ്കിലും അതിൽ 0 വ്യൂസ് തന്നെയായിരിക്കും. ഓക്കെ, നിങ്ങൾ ആദ്യം നേരെ ചെന്നിട്ട് നിങ്ങൾക്കപ്പോൾ ഏതെങ്കിലും ഒരു ഇത് വേണമല്ലോ. അപ്പം ഞാൻ ഉദാഹരണത്തിന് പിക്സബേ എന്ന് പറയുന്ന സൈറ്റ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. പിക്സബേ അല്ലെങ്കിൽ pixels.com. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം ഞാൻ പിക്സൽസ് കണ്ടോ, ഞാൻ പിക്സൽസ് സെർച്ച് ചെയ്തിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ഹെൽത്ത് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഹെൽത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഹെൽത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും വരിക. ഓക്കെ, ഇതിനകത്ത് അതാണ്ട് യോഗയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇതിനകത്ത് കാറ്റഗറി ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോസൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ഫ്രീ ആണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വോയിസ് ഇട്ട് കൊടുക്കുക. അതായത് വോയിസ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ ഉദാഹരണം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കാം. 10 proven tips to regrow hair. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കുറയ്ക്കട്ടെ. ഓക്കെ, ഇപ്പം പരസ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ പരസ്യം കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. ഇത്ര നമ്മൾ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് 5 സെക്കൻഡേ ഉള്ളൂ, സ്കിപ്പബിൾ ഇതാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിലെങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്ന്. സേവ് യുവർ ഇൻഡസ്റ്റൈൻസ് ഫ്രം ഡാമേജ് വിത്ത്. ഇത് നമുക്ക് ഇതേ വീഡിയോ തന്നെ നമുക്ക് മലയാളത്തിലാക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഈ ഒരു ടോപ്പിക്ക് എടുത്തു വയ്ക്കുക, അപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത് പോലെ നമ്മളിപ്പം മലയാളത്തിലാക്കുക ഇതിനെ. ഓക്കെ, നമ്മുടെ ഇൻഡസ്ട്രീനെ തുലയ്ക്കുന്ന, അതായത് നശിപ്പിക്കുന്ന 9 ഫുഡ് ഐറ്റംസ്. അപ്പം നമുക്ക് 9 എണ്ണം വേണ്ട, 5 എണ്ണം മതി. ഇതിൽ നിന്ന് കണ്ടിട്ട് നിങ്ങൾ 5 എണ്ണം സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ചെയ്യുക. നിങ്ങളുടെ മുഖമൊന്നും കാണിക്കണ്ട. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഹെൽത്ത് വീഡിയോസ് ചെയ്യാം. അടുത്ത രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് മോട്ടിവേഷനാണ്. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടിക്കും. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ചാനൽ എടുത്ത് വെച്ചിട്ടുണ്ട്, മോട്ടിവേഷൻ ചാനൽ. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മോട്ടിവേഷൻ വീഡിയോ ചെയ്യാനായിട്ട് ഇത് ഇംഗ്ലീഷ് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഏത് ഭാഷയിൽ വേണോ ചെയ്യാം. പക്ഷേ മലയാളത്തിൽ ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല. കാരണം ആർക്കും മോട്ടിവേഷൻ ഒന്നും വേണ്ട. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ചുമ്മാ കുറച്ച് ഡാൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർ കൂടുതൽ. പിന്നെ എൻ്റർടൈൻമെൻറ്റ് ഇങ്ങനെ സ്കിറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഏരിയയിൽ കൂടുതൽ. അപ്പം മോട്ടിവേഷൻ വേണം എന്നുള്ളവർക്ക് ചെയ്യാം. അപ്പോൾ മോട്ടിവേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനിപ്പം പിക്സൽസിൻ്റെ അകത്ത് ഹെൽത്ത് എന്ന് അടിച്ചില്ലേ, അതിൻ്റെ അകത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മോട്ടിവേഷൻ എന്നടിക്കുക. അപ്പോൾ മോട്ടിവേഷൻ്റെ കുറച്ച് വീഡിയോസ് ആയിരിക്കും വരിക. അതായത് ഇതേപോലത്തെ ഇങ്ങനത്തെ റണ്ണിങ്ങും വീഡിയോസും പുഷപ്പും അവിടെയൊക്കെ നിങ്ങളുടെ ഈ ചാനൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇതേപോലെ, ആൻഡ് ദാറ്റ് മീൻസ് ഇതേപോലെ ഓരോ അതായത് ഒരു മോട്ടിവേഷണൽ സ്പീച്ച് എടുക്കുകയാണ്. ഈ മോട്ടിവേഷണൽ സ്പീച്ച് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെ ഡൗൺലോഡ് ചെയ്യാം. അതായത് നിങ്ങൾ ഷെയർ ചെയ്തതിന് ശേഷം ഇതിനെ MP3 ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അത് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അവിടെ നിന്ന് കുറച്ച് പാർട്ട് നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതൊരു 4 മിനിറ്റിൻ്റെ വീഡിയോ ആണ്, നിങ്ങളൊരു 3 മിനിറ്റ് ആക്കിയിട്ട് നിങ്ങളൊരു കുറേ ഇങ്ങനെ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, നേരെ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ആൻഡ്രോയിഡ് മൊബൈലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂകട്ട്, പിന്നെ കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ട്. ഇത് രണ്ടും ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മോട്ടിവേഷണൽ വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മളെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന മോട്ടിവേഷണൽ 2.76 മില്യൺ സബുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോപ്പുലർ വീഡിയോസിൽ നിന്ന് ജസ്റ്റ് ഞാൻ നോക്കട്ടെ. 66 മില്യൺ, നിങ്ങൾ കണ്ടല്ലോ, 66 മില്യൺ വ്യൂസാണ് ഈ ചാനലിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മോട്ടിവേഷണൽ വീഡിയോസ് എടുക്കുക, അവരുടെ വോയിസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള കഴിവനുസരിച്ചിട്ടുള്ള എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അതായത് ഇതേപോലെ ഇങ്ങനെ വാക്കിംഗ് ആണെങ്കിലും പിന്നെ പുഷപ്പ് എടുക്കുന്നത്, ഇതെല്ലാം മോട്ടിവേഷനിൽ വരുന്ന കാറ്റഗറീസാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ചെയ്യുക. ഓക്കെ, അടുത്ത മൂന്നാമത് നമ്മൾ നോക്കുന്നത് ഫിനാൻസ് ആണ്. ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എവിടെയെന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പണം ഉണ്ടാക്കാം അതേപോലെയാണ്. അതേപോലെ നിങ്ങൾക്ക് ഫേസ് ഇല്ലാതെ തന്നെ ചെയ്യാം, നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ ചെയ്യാം. എങ്ങനെ ചാറ്റ് GPT വെച്ചിട്ട് എങ്ങനെ മണി ഏൺ ചെയ്യാം എന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞിട്ട് ഇത് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യോ മൊബൈലിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യോ, എക്സ് റെക്കോർഡർ ഉണ്ട് മൊബൈലിൽ എക്സ് റെക്കോർഡർ ഫ്രീ ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് PC ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ OBS സ്റ്റുഡിയോ, ഇത് റെക്കോർഡ് ചെയ്യുക, നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക.
സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വോയിസും കൂടെ പറഞ്ഞു പോവുക. ഓക്കെ, മൈക്കൊന്നും നിങ്ങൾക്ക് വലിയ കാര്യമായിട്ടൊന്നും നോക്കണ്ട. നിങ്ങളുടെ ഇപ്പം ഡിഫോൾട്ടായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലാണെങ്കിൽ ഒരു ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മൈക്കായിട്ട് എടുക്കും. ഇപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ മൈക്കില്ലേ 150 രൂപയേ ഉള്ളൂ. വലിയ നോയ്സ് ക്യാൻസലേഷൻ ഒന്നുമില്ല, പിന്നെ മൈക്കായിട്ട് ഉപയോഗിക്കും. അത്യാവശ്യം ക്വാളിറ്റി ഇല്ല, പിന്നെ ക്വാളിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകാമെന്നേ ഉള്ളൂ. ഓക്കെ, ആദ്യമേ നമ്മുടെ കയ്യിലുള്ള സോഴ്സ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഓക്കെ, മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ പണം ഉണ്ടാക്കാനാണല്ലോ വന്നത് ഈ ചാനലിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പുള്ളിയുടെ ചാനലിൽ നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പോപ്പുലറിൽ എടുത്തു കഴിഞ്ഞാൽ 1.1 മില്യൺ വ്യൂസ്, ഏൺ $150 ബൈ ടൈപ്പിംഗ് നെയിംസ് ഈസിലി. ഇതൊക്കെ സ്കാമും കാര്യങ്ങളൊക്കെ ആണെന്ന് ഞാൻ ഉള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. സ്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇവരൊക്കെ വ്യൂസിന് വേണ്ടിയിട്ട് ചുമ്മാ ഓരോരോ ചാനൽ അങ്ങ് തള്ളി അങ്ങ് വിടുവാണ്. മനസ്സിലായില്ലേ? അപ്പം 10 പേജസ് ടൈപ്പിങ് $500 ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് ജോലിക്ക് പോകേണ്ട കാര്യമില്ലല്ലോ, ഇതേപോലെ ആണെന്നുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ചെയ്യാം, മലയാളത്തിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പം അടുത്ത നമ്മുടെ ടോപ്പിക്ക് എൻ്റർടൈൻമെൻറ്റാണ്. ഓക്കെ, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞാനൊരു ചാനൽ എടുത്ത് വെച്ചിട്ടുണ്ട്, സ്റ്റോറി റീക്യാപ്ഡ്. ഓക്കെ, ബാക്കിലുള്ള ആ ഒരു കട്ടിങ് പോലും ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാത്ത ആളാണെന്ന് തോന്നുന്നു. അതായത് ഞാനിപ്പോൾ കാണിച്ചിരുന്നു, ഇതിൻ്റെ അകത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ അത് അതുപോലും ഇല്ല. ഓക്കെ, ഇത് തുടങ്ങിയിട്ട് ഏതാണ്ട് 2017 തുടങ്ങിയത്. വ്യൂസ് നിങ്ങൾ കണ്ടല്ലോ, എനിക്ക് പോലും വായിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കുണ്ട്. ഓക്കെ, ഒരു ദിവസത്തിൽ 2 വീഡിയോസ് വെച്ചിട്ടാണ് ഇടുന്നത്. അപ്പം ഇതിനകത്ത് പോപ്പുലർ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ 10 മില്യൺ വ്യൂസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിനിമേനെ ഓൾറെഡി കിടക്കുന്ന സിനിമേനെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും. ഞാൻ പറഞ്ഞുതരാം, കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. അതായത് കണ്ടവരുടെ സാധനമാണ് നമ്മൾ എടുക്കുന്നത്, സിനിമ അവർ കഷ്ടപ്പെട്ട് ചെയ്യുവാണ്, നമ്മൾ അതേപോലെ എന്നെ എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചോ. അപ്പം അവർക്ക് നഷ്ടമല്ലേ? അപ്പം യൂട്യൂബ് വിചാരിക്കുകയാണ് അവർ ഉണ്ടാക്കിയ സാധനമാണ്, ഇപ്പോൾ ഇവനെന്താ നേട്ടം, ഇവന് ക്യാഷ് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് വിചാരിക്കും. അപ്പം നമ്മുടേതായിട്ടുള്ള എഫർട്ട് വേണമല്ലോ. അപ്പോൾ എഫർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ചാനൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്ത് കുറച്ച് മൂവീസിൻ്റെ ക്ലിപ്പുകൾ മാത്രം കട്ട് ചെയ്തെടുക്കുക. 2 മണിക്കൂറിൻ്റെ ക്ലിപ്പുകളുണ്ടാവും, അതിൽ 16 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റോറിയുടെ ഈ കഥ നമ്മൾ പറയുകയാണ്. അതായത് ഒരു സിനിമ, ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മലയാളത്തിലെ സിനിമയാണെങ്കിൽ ഇപ്പം ലൂസിഫർ എന്ന് വെച്ചോ, ലൂസിഫറിൻ്റെ മെയിൻ കണ്ടൻറ്റ് സ്റ്റോറി ഞാനിപ്പോൾ ലൂസിഫർ സിനിമയുടെ അവിടെ നിന്ന് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഇപ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുമ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഇമേജ് കാണിക്കുന്നു. അതെല്ലാം കട്ട് ചെയ്ത് ഒരു ടിപ്പിക്കൽ ഫോർമാറ്റിലാക്കിയിട്ട് ഒരു 16 മിനിറ്റോ 15 മിനിറ്റോ ഉള്ള വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? ഒരു ടെൻഷനും വേണ്ട. കാരണം നമ്മൾ വോയിസ് ഇടുകയാണ്, നമ്മൾ അവരുടെ ക്ലിപ്പ് മാത്രമേ എടുത്തുള്ളൂ, നമ്മൾ വോയിസ് ഇട്ട് നമ്മൾ കഷ്ടപ്പെട്ട് കഥ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ജുറാസിക് പാർക്ക് എടുത്ത് ചെയ്യാം. ഇതിൻ്റെ അകത്ത് എവർ ഫുള്ളും ഒരു എന്താ പറയുക, ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു തംബ്നെയിൽസൊക്കെ ഓൾറെഡി ഒരു സെഡ്യൂസിങ് ടൈപ്പ് തംബ്നെയിൽസാണ്. അത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കുറേ ആണുങ്ങളുണ്ട് ഇത് വേണ്ടി നടക്കണവന്മാർ. അപ്പോൾ അവന്മാരൊക്കെ നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ വേണമെങ്കിൽ തംബ്നെയിൽ ഉണ്ടാക്കി അട്രാക്ഷൻ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത് നമ്മുടെ ലാസ്റ്റാണ് നമ്മുടെ ഗെയിമിംഗ് സെക്ഷൻ വരുന്നത്. അപ്പം ഗെയിം കളിക്കാത്തവരായിട്ട് ആരും ഇല്ലയെന്ന് എനിക്കറിയാം. ഗെയിമിങ്ങിനെ കുറ്റം പറയുന്നുണ്ടെങ്കിലും വീട്ടമ്മമാർ വരെ വല്ല ക്യാൻഡി ക്രഷെങ്കിലും കളിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, മൊബൈൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ. ഓക്കെ, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചാനലെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ചാനലാണ്, ബ്രാഡ്. ഇതേപോലെ നമ്മുടെ മലയാളത്തിലും ഉണ്ട്. എന്തൊരു ടോം ജെറി അങ്ങനെ എന്തോ ഒരു ചാനലുണ്ട്, ഞാൻ ഇടയ്ക്കൊന്ന് കണ്ടായിരുന്നു. ആ ചാനലിലും ഇതേപോലെയാണ്, 200K സബ്ബുണ്ട്, മലയാളത്തിലാണ്. ഇത് 13.3 മില്യൺ സബ്ബുണ്ട്, ബ്രാഡ്. ഇദ്ദേഹം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലെ ഗെയിംസ് കളിക്കും. കമ്പ്യൂട്ടറിലെ ഗെയിംസ് കളിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ഈ കമൻ്ററിയും കൂടെ പറഞ്ഞു പോകും. അതായത് എൻ്റെ ദൈവമേ അവൻ അടിച്ചു, ഇങ്ങനെ മനസ്സിലായില്ലേ, അയ്യോ അറ്റാക്ക് ചെയ്തു, ഇങ്ങനെയൊക്കെ പറഞ്ഞുതരും. ഇന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം അവരുടെ പാറ്റേൺ പഠിക്കാൻ പറ്റുമല്ലോ. പോപ്പുലർ വീഡിയോ 23 മില്യൺ, GTA 5 കളിച്ചിട്ട് 23 മില്യൺ വ്യൂസാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഈ ചാനലൊക്കെ എത്ര ഏൺ ചെയ്യുന്നു എന്നുള്ളത് സോഷ്യൽ ബ്ലൈഡ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയതിന് ശേഷം നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ എത്രയാണ് ഇവർ ഏൺ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക പോലും ഇല്ല. പിന്നെ ക്യാഷ് ഏൺ ചെയ്യാത്തതുകൊണ്ട് എനിക്കും അറിഞ്ഞൂടാ അത് ട്രൂ ആണോ അതോ ഫോൾസ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇപ്പം കമ്പ്യൂട്ടർ ഇല്ല, ഓക്കെ, മൊബൈൽ ഗെയിംസ് കളിച്ചിട്ട് ഇപ്പം വീട്ടിലിരിക്കുന്ന ആരായാലും, ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് ക്യാൻഡി ക്രഷ് കളിക്കില്ലേ. അപ്പം ഞാൻ ക്യാൻഡി ക്രഷ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുവാണേ, ക്യാൻഡി ക്രഷ്. നമുക്ക് നോക്കാം ക്യാൻഡി ക്രഷ് ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ എന്ന്. ഇതാ നോക്കൂ, ഡ്രോയിഡ് ചീറ്റ് എന്ന് പറയുന്ന ഒരു
യൂട്യൂബ് ചാനൽ 8 years ago 10 million. നമ്മൾ ചുമ്മാ കളിക്കുന്ന സാധനം അവർ പണം ഉണ്ടാക്കുകയാണ്, മനസ്സിലായില്ലേ? കളിച്ചിട്ട് പണം ഉണ്ടാക്കുകയാണ്. മേക്ക് മണി പ്ലേയിങ് ക്യാൻഡി ക്രഷ്. ഓക്കെ, അത് വിട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു തംബ്നെയിൽ ഉണ്ടാക്കി നിങ്ങൾക്ക് അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് വേണമെങ്കിൽ അതും കൂടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ വൈറലാവാൻ വേണ്ടിയിട്ട്, വൈറലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പേരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പേരിലോട്ട് യൂട്യൂബ് എത്തിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ ക്യാൻഡി ക്രഷ് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ കളിക്കുന്നത് എന്താ, ലൂഡോ ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ നോക്കട്ടെ. ലൂഡോ ജസ്റ്റ് ഈ ഒരു ഷോർട്സ് 26K വ്യൂസ് 11 ദിവസമേ ആയുള്ളൂ, മനസ്സിലായില്ലേ? ഇങ്ങനെ ഓരോരോ ഗെയിം ഇതൊക്കെ എങ്ങനെ റെക്കോർഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എക്സ് റെക്കോർഡർ എന്ന് പറയുന്ന ഒരു സാധനം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കളിക്കുക, എന്നിട്ട് നിങ്ങൾ യു കട്ട് വെച്ചിട്ട് അപ്പുറം ഇപ്പുറം ഭാഗത്ത് കട്ട് ചെയ്ത് കളയുക. ഓക്കെ, നമ്മൾ ജസ്റ്റ് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനിക്കുന്നതും എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നേരെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. തംബ്നെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബ് വീഡിയോയിൽ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന്, യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങുന്നതെന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ഇനി വരുന്ന ഭാവിയിൽ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അഞ്ചായിട്ടുള്ള നമുക്ക് മുഖം കാണിക്കാതെ തന്നെ തുടങ്ങാൻ പറ്റിയിട്ടുള്ള 5 യൂട്യൂബ് ചാനലുകളാണ്. അപ്പം നമുക്ക് കൂടുതൽ എഫേർട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു ചാനൽ ഈ 5 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഉപകാരമായെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.